ഹരി ഓം. എല്ലാവർക്കും നാരായണീയം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 38 ദശകങ്ങൾ വരെ ചൊല്ലി പൂർത്തിയാക്കിയിട്ടുണ്ട്. 38ാമത്തെ ദശകം ശ്രീകൃഷ്ണ അവതാരമായിരുന്നു. അപ്പോൾ ഇന്ന് ചൊല്ലാനുള്ളത് 39ാമത്തെ ദശകമാണ്. യോഗമായ പ്രാദുർഭാവവും കൃഷ്ണ ജന്മോത്സവവുമാണ്. നമുക്കറിയാലോ അല്ലേ, കൃഷ്ണനെ ഉണ്ണിക്കണ്ണനെ എടുത്തിട്ട് യശോദയുടെ അടുത്ത് കൊണ്ട് കിടത്തി അവിടെ ജനിച്ചിരുന്ന പെൺകുഞ്ഞിനെ വസുദേവര് തിരിച്ചെടുത്ത് കൊണ്ടുവരികയാണ്. അപ്പം അത് മായാദേവിയാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ദശകത്തിൽ വിവരിക്കുന്നുണ്ടാവുക. പിന്നെ കൃഷ്ണ ജന്മോത്സവവുമാണ് ഉള്ളത്. അപ്പം ഈ ദശകത്തിലാകെ 10 ശ്ലോകങ്ങളാണുള്ളത്. 10 ശ്ലോകങ്ങളും പൃഥ്വി എന്ന വൃത്തത്തിലുമാണ് ഉള്ളത്. അപ്പോൾ ചൊല്ലി തുടങ്ങാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം ഭവന്തമയമുദ്വഹൻ യദുകുലോദ്വഹോ നിസ്സരൻ ദദർശ ഗഗനോച്ചലജ്ജലഭരാം കളിന്ദാത്മജാം അഹോ സലില സഞ്ജയ സ പുനരൈന്ദ്രജാലോദിതോ ജലൗക ഇവ തത്ക്ഷണാത് പ്രപതമേയതാമായയൗ. ഒന്നുകൂടി ചൊല്ലാം. ഭവന്തമയമുദ്വഹൻ യദുകുലോദ്വഹോ നിസ്സരൻ ദദർശ ഗഗനോച്ചലജ്ജലഭരാം കളിന്ദാത്മജാം അഹോ സലില സഞ്ജയ സ പുനരൈന്ദ്രജാലോദിതോ ജലൗക ഇവ തത്ക്ഷണാത് പ്രപതമേയതാമായയൗ. 39ാമത്തെ ദശകത്തിലെ ആദ്യ ശ്ലോകത്തിൽ വിവരിക്കുന്നത് വസുദേവർ ഇങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണനെയും കയ്യിൽ എടുത്തുകൊണ്ട് ആ നദി ഇങ്ങനെ കിടക്കുകയാണ്, യമുനാ നദി. ഉഗ്രവിഷമുള്ള കാളിയൻ വസിക്കുന്ന നദി കൂടിയാണ് യമുന. അപ്പോൾ യമുനയ്ക്ക് കാളിന്തി എന്നുകൂടി പേരുണ്ട്. അപ്പോൾ അങ്ങനെ ആ കാളിന്തിയിലേക്ക് കടക്കുകയാണ്. കാളിന്തിയിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ് വസുദേവർ. കഴിഞ്ഞ ദശകത്തിലെ അവസാന ശ്ലോകത്തിൽ നമ്മൾ അത് തന്നെയാണ് പറഞ്ഞത് അല്ലേ. രാത്രി സമയമാണ്, ഇരുട്ടാണ്. അപ്പോൾ ആദിശേഷൻ്റെ കയ്യിലുള്ള രത്നാണ് വെളിച്ചം കാണിച്ചു കൊടുത്തത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നടക്കുന്ന സമയത്ത് യമുന അല്ലെങ്കിൽ കാളിന്തി ഇങ്ങനെ തിളച്ച് മറിഞ്ഞ് ആകാശത്തിലേക്ക് ഉയർന്നു നിൽക്കുകയായിരുന്നു. അതായത് അത്രയും ആഴമുള്ള ജലാശയമായിരുന്നു അത്. മാത്രമല്ല മഴ സമയമാണല്ലോ, നല്ല ഒഴുക്കമൊക്കെ ഉണ്ട്. ഇങ്ങനെ തിളച്ച് മറിഞ്ഞിരുന്ന ജലാശയം അല്ലെങ്കിൽ ആ കാളിന്തി പ്രവാഹം നിമിഷ നേരം കൊണ്ട് വസുദേവരുടെ കണങ്കാല് വരെ മാത്രം വെള്ളമുള്ളതായി തീർന്നു. അത് ആശ്ചര്യം തന്നെ എന്ന് ഭട്ടതിരിപ്പാട് പറയുകയാണ്. അതായത് ഇങ്ങനെ തിളച്ച് മറിഞ്ഞ് പൊങ്ങി നിൽക്കുന്ന ആ യമുന, അതായത് ഇങ്ങനെ ശക്തിയായിട്ട് ഒഴുകുകയാണ്. അത്രയും ഇങ്ങനെ തിളച്ച് പൊങ്ങിയിരിക്കുന്ന ആ യമുനയാണ് ഇപ്പോൾ വെറും കണങ്കാല് വരെ. അത്രയും ജലം എവിടെ പോയി? നിമിഷ നേരം കൊണ്ട് അത്രയും ജലം എവിടേക്കാണ് പോയി മറിഞ്ഞത് എന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇത് ആശ്ചര്യം തന്നെ എന്ന് ഭട്ടതിരിപ്പാട് പറയാണ്. സാക്ഷാൽ ജഗന്നാഥനാണ് വസുദേവരുടെ കൈകളിൽ ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മായാജാലം അല്ലാതെ വേറെ എന്താവാനാണ് ഇവിടെ വഴി അല്ലേ. ഭഗവാന്റെ മായാജാലം തന്നെയാണ് ആ സംഭവിച്ചത്. അപ്പോൾ ഒന്നാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. വസുദേവര് ഭഗവാൻ ശ്രീകൃഷ്ണനെയും കയ്യിൽ എടുത്തുകൊണ്ട് കാളിന്തി കടക്കുകയാണ്. അപ്പോൾ വഴി മധ്യേ യമുന ഇങ്ങനെ തിളച്ച് പൊങ്ങി ഉയർന്ന് നിൽക്കുകയായിരുന്നു. ആ അത്രയും ജലവും കൊണ്ട് ഇങ്ങനെ തിളച്ച് മറിഞ്ഞ് നിൽക്കുന്ന ആ യമുനാ നദി നിമിഷ നേരങ്ങൾ കൊണ്ട് വസുദേവരുടെ കണങ്കാല് വരെ മാത്രം ജലം ഉള്ളതായി തീർന്നു. ഇത് ആശ്ചര്യം തന്നെ എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ ശ്ലോകം ചൊല്ലാം. പ്രസുപ്ത പശുപാലികാം നിവൃതമാരുതദ്ബാലികാം അപാവൃത കവാടികാം പശുപവാടികാമാവിശൻ ഭവന്തമയമർപ്പയൻ പ്രസവതൽപകേ തത്പദാദ്വഹൻ കപടകന്യകാം സ്വപുരമാഗതോ വേഗതാ. ഒന്നുകൂടി ചൊല്ലാം. പ്രസുപ്ത പശുപാലികാം നിവൃതമാരുതദ്ബാലികാം അപാവൃത കവാടികാം പശുപവാടികാമാവിശൻ ഭവന്തമയമർപ്പയൻ
പ്രസവതൽപകേ തത്പദാദ്വഹൻ കപടകന്യകാം സ്വപുരമാഗതോ വേകത. രണ്ടാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് വസുദേവര് ശ്രീകൃഷ്ണനെയും കൊണ്ട് അമ്പാടിയിലേക്ക് എത്തി. അവിടെ നന്ദഗോപരുടെ ഗൃഹം കണ്ടുപിടിച്ചു. അവിടുത്തെ വാതിലുകളൊക്കെയും തുറന്നു കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ നന്ദഗോപരുടെ ഗൃഹത്തിലേക്ക് പ്രവേശിച്ച് പ്രസവ കിടക്ക കണ്ടുപിടിച്ചു. അവിടെ ഒരു പെൺകുഞ്ഞ് നേരിയ ശബ്ദത്തിൽ കരയുന്നുണ്ടായിരുന്നു. അത് സാക്ഷാൽ ജഗദംബിക തന്നെയാണ്. അപ്പോൾ അങ്ങനെ ആ പ്രസവ കിടക്കയിൽ ഉണ്ണിക്കണ്ണനെ കൊണ്ട് കിടത്തി ആ പെൺകുഞ്ഞിനെ എടുത്ത് തിരിച്ച് കാരാഗൃഹത്തിലേക്ക് മടങ്ങിയെത്തി എന്നുള്ളതാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. കാരാഗൃഹത്തിൽ നിന്നും കംസന്റെ ഭടന്മാരാരും അറിയാതെ ഉണ്ണിക്കണ്ണനെ അവിടെ നിന്നും എടുത്ത് യമുന കടന്ന് നന്ദഗോപരുടെ ഗൃഹത്തിലെത്തി അവിടെ ആരും അറിയാതെ അവിടെ കിടന്നിരുന്ന പെൺകുഞ്ഞിനെ എടുത്ത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല അല്ലേ? ആരറിഞ്ഞാലും, ഏത് ഭാഗത്ത് കംസന്റെ ആളുകൾ അറിഞ്ഞാലും നന്ദഗോപരുടെ ഭാഗത്തെ ആളുകൾ അറിഞ്ഞാലും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ആരും അറിയാതെ ചെയ്തു തീർക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. പക്ഷേ അത് മുഴുവനും അനായാസം വസുദേവർക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. എന്താണ് അതിന് കാരണം? സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് വസുദേവരുടെ കൂടെ ഉണ്ടായിരുന്നത് അല്ലേ? ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ എല്ലാ പ്രശ്നങ്ങളെയും വളരെ എളുപ്പത്തിൽ മറികടക്കാൻ സാധിക്കുമെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് വസുദേവര്. അപ്പോൾ ആ കാളിന്തി അവിടെയും അത്ഭുതങ്ങൾ കാണിച്ചു ഭഗവാൻ അല്ലേ? കാളിന്തി കടക്കുന്ന സമയത്ത് ജലം ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ജലം കണങ്കാല് വരെ ആയി തീർന്നു നിമിഷ നേരം കൊണ്ട് എന്ന് പറയുമ്പോൾ അത് ഭഗവാന്റെ മായ തന്നെയാണ് അല്ലേ? അങ്ങനെ തിരിച്ചു പോയി അവിടെ എത്തി. അവിടെ എല്ലാവരും ഉറങ്ങുകയാണ്. ആ സമയത്ത് വാതിലുകളുമൊക്കെ തുറന്നു കിടക്കുന്നുണ്ടായിരുന്നു. അവിടെ ജനിച്ചത് പെൺകുഞ്ഞാണെന്ന് പോലും അറിയാതെ ആണ് അവിടെയുള്ളവരൊക്കെയും മയങ്ങിക്കിടക്കുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കൂ ഭഗവാന്റെ മായ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അങ്ങനെ ഭഗവാനെ അവിടെ കൊണ്ട് കിടത്തി അവിടെ നേരിയ ശബ്ദത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പെൺകുഞ്ഞിനെ മായാ ഭഗവതിയെ എടുത്ത് തിരിച്ച് കാരാഗൃഹത്തിലേക്ക് വസുദേവര് മടങ്ങിയെത്തി. അപ്പോൾ രണ്ടാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. യമുനാ നദി കടന്നെത്തിയ വസുദേവര് ശ്രീകൃഷ്ണനെയും എടുത്തുകൊണ്ട് അമ്പാടിയിലേക്ക് പ്രവേശിച്ചു. നന്ദഗോപരുടെ ഗൃഹം കണ്ടുപിടിച്ചു. അതിനകത്തെ പ്രസവ കിടക്കയിൽ നേരിയ ശബ്ദത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന പെൺകുഞ്ഞിനെ കണ്ടുപിടിച്ചു. ആ പ്രസവ കിടക്കയിൽ ഉണ്ണിക്കണ്ണനെ കിടത്തി. അമ്പാടിക്കണ്ണനാവാൻ പോവാണ് അല്ലേ നമ്മുടെ കണ്ണൻ? അവിടെ ഉണ്ണിക്കണ്ണനെ കിടത്തി ആ മായാ ഭഗവതിയെ, ആ പെൺകുഞ്ഞിനെ എടുത്ത് തിരിച്ച് കാരാഗൃഹത്തിലേക്ക് മടങ്ങിയെത്തി എന്നുള്ളതാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ശ്ലോകം ചൊല്ലാം. തതസ്ത്വദനുജാരവക്ഷിപതനിദ്രവേഗത്രവത് ഭടോത്കര നിവേദിത പ്രസവ വാർത്തയൈവാർത്തിമാൻ വിമുക്തചികുരോത്കരസ്ത്വരിതമാപതൻ ഭോജരാടതുഷ്ട ഇവ ദൃഷ്ടവാൻ ഭഗിനികാകരേ കന്യകാം. ഒന്നുകൂടി ചൊല്ലാം. തതസ്ത്വദനുജാരവക്ഷിപതനിദ്രവേഗത്രവത് ഭടോത്കര നിവേദിത പ്രസവ വാർത്തയൈവാർത്തിമാൻ വിമുക്തചികുരോത്കരസ്ത്വരിതമാപതൻ ഭോജരാടതുഷ്ട ഇവ ദൃഷ്ടവാൻ ഭഗിനികാകരേ കന്യകാം. മൂന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് യശോദാപുത്രിയായിട്ട് ജനിച്ചത് മായാ ഭഗവതിയാണ്. അതായത് സാക്ഷാൽ ദുർഗ തന്നെയാണ്, ജഗദംബിക തന്നെയാണ് ജനിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ തിരിച്ച് കാരാഗൃഹത്തിലേക്ക് ആ പെൺകുഞ്ഞിനെയും കൊണ്ടുവന്നപ്പോൾ ആ പെൺകുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് ഉറങ്ങിക്കിടന്ന ഭടന്മാരൊക്കെയും പെട്ടെന്ന് എണീറ്റു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഇത്രയും നേരം നടന്ന പൂരം ഒന്നും അവിടെ ആരും അറിഞ്ഞിട്ടില്ല. പക്ഷേ മായാഭഗവതി തിരിച്ചു കൊണ്ടുവന്ന ആ പെൺകുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടതും അവരെണീറ്റു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഭഗവാന്റെ മായ ഇത്ര നേരം അറിയാതിരുന്നവർ ആ പെൺകുഞ്ഞിൻ്റെ നേർത്ത കരച്ചിൽ കേൾക്കുമ്പോഴേക്കും എണീറ്റ് വേഗം ചെന്ന് കംസനെ വിവരം അറിയിക്കുകയാണ്. ദേവകി പ്രസവിച്ചു, ദേവകിയുടെ പ്രസവ വാർത്ത കംസനെ ചെന്ന് അറിയിക്കുകയാണ്. ഇത് കേട്ട പാതി കംസനാകെ ഭയന്നോടി എന്നാണ് പറയണത്. തലമുടിയൊക്കെ അഴിഞ്ഞ് ആകെ പരിഭ്രാന്തനായിട്ട് ഓടി കാരാഗൃഹത്തിലേക്ക് എത്തുകയാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ദേവകിയുടെ 8ാമത്തെ പുത്രൻ തന്നെ വധിക്കും എന്നുള്ളതാണ് ആ ശരീരി.
അപ്പോൾ ജീവഭയമുള്ള കംസൻ പരിഭ്രാന്തനായിട്ട് ഓടി ദേവകിയുടെ അടുത്തെത്തി. അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് എന്താണ്? ദേവകിയുടെ അടുത്ത് കയ്യിലിരിക്കുന്നത് പെൺകുഞ്ഞാണ്. ഇത് കണ്ടതും കംസൻ ആകെ സംശയത്തിലായി. ആൺകുഞ്ഞാണ്, പുത്രൻ, 8ാമത്തെ പുത്രൻ വധിക്കുമെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഇതെന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ ആകെ ആശയക്കുഴപ്പത്തിലായിട്ട് കംസൻ നിന്നു എന്നുള്ളതാണ് 3ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ 3ാമത്തെ ശ്ലോകത്തിൽ അത്രയേ ഉള്ളൂ. ഭഗവാന്റെ അനുജത്തി എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാലോ അല്ലേ, ദുർഗാദേവി ഭഗവാന്റെ സഹോദരിയാണ്. അപ്പോൾ ഭഗവാന്റെ അനുജത്തിയുടെ കരച്ചിൽ കേട്ട് അവിടെ ഉറങ്ങിക്കിടന്നിരുന്ന കംസന്റെ സുരക്ഷാ ഭടന്മാരൊക്കെ ചാടി എണീറ്റ് ഓടിച്ചെന്ന് കംസനോട് പ്രസവ വാർത്ത അറിയിക്കുകയാണ്. ദേവകിയുടെ പ്രസവ വാർത്ത അറിയിക്കുകയാണ്. അത് കേട്ട പാതി കംസൻ ഭയന്നോടി ആകെ പരിഭ്രാന്തനായി തലമുടിയൊക്കെ അഴിഞ്ഞ് കാരാഗൃഹത്തിലേക്ക് ഓടിയെത്തുകയാണ്. അവിടെ ഒരു പുത്രനെ പ്രതീക്ഷിച്ചാണ് കംസൻ ചെല്ലുന്നത്. പക്ഷെ ദേവകിയുടെ കയ്യിൽ കാണുന്നതോ ഒരു പെൺകുഞ്ഞിനെ. ഇത് കണ്ട് ആകെ സംശയത്തിലായി കംസൻ എന്നുള്ളതാണ് 3ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ഇനി നമുക്ക് 4ാമത്തെ ശ്ലോകം ചൊല്ലാം. ധ്രുവം കപടശാലിനോ മധുഹരസ്യ മായാ ഭവേദസാവിധി കിശോരികാം ഭഗിനികാകരാലിംഗിതാം ദ്വിപോ നളിനികാന്തരാ ദിവമൃണാളികാമാക്ഷിപന്നയം ത്വദനുജാമജാമുപലപട്ടകേ പിഷ്ടവാൻ. ഒന്നുകൂടി ചൊല്ലാം. ധ്രുവം കപടശാലിനോ മധുഹരസ്യ മായാ ഭവേദസാവിധി കിശോരികാം ഭഗിനികാകരാലിംഗിതാം ദ്വിപോ നളിനികാന്തരാ ദിവമൃണാളികാമാക്ഷിപന്നയം ത്വദനുജാമജാമുപലപട്ടകേ പിഷ്ടവാൻ. 4ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് കംസൻ വന്ന് ദേവകിയുടെ കയ്യിൽ പെൺകുഞ്ഞിനെയാണ് കാണുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ കംസൻ ചിന്തിക്കുന്നത് ഇത് വിഷ്ണുവിൻ്റെ കാപട്യം തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. വിഷ്ണുവിൻ്റെ മായയായിരിക്കും. കാരണം 8ാമത്തേത് പുത്രനാവുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ പുത്രിയാണ് ആയിരിക്കുന്നത്. അപ്പോൾ ഇതും ഭഗവാന്റെ മായ തന്നെയായിരിക്കും, വിഷ്ണു ഭഗവാന്റെ കാപട്യം തന്നെ ആയിരിക്കും എന്നാണ് കംസൻ ചിന്തിക്കുന്നത്. അങ്ങനെ കംസൻ എന്താണ് ചെയ്യാൻ പോയതെന്ന് നോക്കൂ. ദേവകിയുടെ കയ്യിൽ നിന്നും ആ പിഞ്ചു കുഞ്ഞിനെ, താമരപ്പൂവ് പോലെ മൃദുലമായിട്ടുള്ള മേനിയോട് കൂടിയുള്ള ആ പിഞ്ചു കുഞ്ഞിനെ എടുത്ത് പാറയിൽ ആഞ്ഞടിച്ച് കൊല്ലുവാൻ തുനിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഭട്ടതിരിപ്പാട് അതിനെ എന്തിനോടാണ് ഉപമിക്കുന്നത് എന്ന് നോക്കൂ. താമരപ്പൊയ്കയിൽ നിന്നും ഒരാന താമര വളയം പറിച്ചെടുക്കുന്നത് പോലെ എന്നാണ് പറയുന്നത്. ഭീമാകാരനാണ് കംസൻ. ആ കംസൻ ആ താമരപ്പൂ പോലെ മൃദുലമായിട്ടുള്ള മേനിയോട് കൂടിയ ആ പിഞ്ചു കുഞ്ഞിനെ എടുത്ത് കൊല്ലാൻ തുനിഞ്ഞു എന്നാണ് പറയുന്നത്. പാറയിൽ എറിഞ്ഞു കൊല്ലാൻ തുനിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, എത്രത്തോളം ദുഷ്ടനായിരിക്കും കംസൻ. കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് തന്നെ വാത്സല്യം ഉള്ളതാണ് അല്ലേ. അവരുടെ മുഖം, അവരുടെ ശരീരം എല്ലാം നമുക്ക് കാണുമ്പോൾ തന്നെ വാത്സല്യം തോന്നുന്ന ഒന്നാണ്. അതിനെ എടുത്ത് എറിഞ്ഞ് കൊല്ലാൻ ഉള്ള മനസ്സുണ്ടാവുക എന്നുള്ളത്, അതിനെ എറിഞ്ഞ് കൊല്ലാനുള്ള മനസ്സുണ്ടാവുക എന്നുള്ളത് എത്ര പൈശാചികമായിട്ടുള്ള കാര്യമാണെന്ന് നോക്കൂ. അപ്പോൾ ആ അസുരൻ അങ്ങനെ ചെയ്യാൻ തുനിഞ്ഞു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ 4ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ. ദേവകിയുടെ കയ്യിലിരിക്കുന്ന സാക്ഷാൽ മായാ ഭഗവതി ആയിട്ടുള്ള ആ പെൺകുഞ്ഞിനെ കണ്ടപ്പോൾ കംസൻ ചിന്തിച്ചു ഇത് വിഷ്ണുവിൻ്റെ കാപട്യമായിരിക്കും എന്ന്. അങ്ങനെ ദേവകിയുടെ കയ്യിൽ നിന്നും ആ പിഞ്ചു കുഞ്ഞിനെ എടുത്ത് പാറയിൽ ആഞ്ഞ് അടിച്ച് കൊല്ലുവാൻ തുനിഞ്ഞു കംസൻ എന്നാണ് പറയുന്നത്. അതിനെ ഭട്ടതിരിപ്പാട് ഒരാന താമരപ്പൊയ്കയിൽ നിന്നും താമര വളയം പറിച്ചെടുക്കുന്നത് പോലെ എന്ന് ഉപമിച്ചിരിക്കുന്നു. അത്രയേ ഉള്ളൂ. നമുക്കിനി 5ാമത്തെ ശ്ലോകം ചൊല്ലാം. തതോ ഭവതുപാസകോ ചടിതി മൃത്യുപാശാദിവ പ്രമുച്യതരസൈവ സാ സമതിരൂഢരൂപാന്തരാ അധസ്ഥലമജഗന്മുഷി വികസതഷ്ടബാഹുസ്ഫുരന്മഹായുധമഹോഗത കില വിഹായ സാദിദ്യുതേ. ഒന്നുകൂടി ചൊല്ലാം. തതോ ഭവതുപാസകോ
ചടിതി മൃത്യുപാശാദിവ പ്രമുച്യതരസൈവ സാ സമതിരൂഢരൂപാന്തരാ അധസ്ഥലമജഗന്മുഷി വികസദഷ്ടബാഹുസ്ഫുരൻ മഹായുധമഹോഗതാ ഖില വിഹായ സാദിദ്യുതേ. കംസൻ ആ കുഞ്ഞിനെ പാറയിൽ അടിച്ച് കൊല്ലാനായി തുനിഞ്ഞ സമയത്ത് എങ്ങനെയാണോ ഭഗവാന്റെ ഭക്തന്മാർ മൃത്യുപാശത്തിൽ നിന്നും മോചനം നേടുന്നത്, അതുപോലെ ആ മായാഭഗവതിയായ കന്യക കംസന്റെ കയ്യിൽ നിന്നും മോചനം നേടി താഴേക്ക് പോവുകയല്ല ചെയ്തത്, മുകളിലേക്ക് ഉയരുകയാണ് ചെയ്തത്. ആ രൂപം, ആ കുഞ്ഞിൻ്റെ രൂപമൊക്കെ മാറി ഒരു കന്യകയുടെ രൂപമായി 8 കൈയിലും ദിവ്യായുധങ്ങൾ ഏന്തി ഉള്ള ഒരു രൂപമായിട്ട് മാറി. ആഹാ, ആശ്ചര്യം തന്നെ എന്നാണ് ഭട്ടതിരിപ്പാട് ഈ 5ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ അതിനോട് ഉപമിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് നോക്കൂ. കംസന്റെ കയ്യിൽ നിന്നും ആ പെൺകുഞ്ഞ് മോചനം നേടിയതിനെ ഉപമിച്ചിരിക്കുന്നത് എങ്ങനെയാണോ ഭഗവാന്റെ ഭക്തന്മാർ മൃത്യുപാശത്തിൽ നിന്നും മോചനം നേടുന്നത് എന്നാണ്. അപ്പോൾ മൃത്യുവിൽ നിന്ന് മോചനം എന്ന് പറഞ്ഞാൽ ജനിച്ചാൽ ഒരു ദിവസം മരണമുണ്ടല്ലേ. അപ്പം മൃത്യു ആകുന്ന പാശം അല്ലെങ്കിൽ കയറിൽ നിന്ന് എങ്ങനെയാണ് ഭഗവാന്റെ ഭക്തന്മാർ മുക്തി നേടുന്നത് എന്ന് ചോദിച്ചാൽ, ഈ ജനന മരണം എന്നുള്ള സംഭവം ഉണ്ടല്ലോ, അത് മുഴുവനും ഒരു സംസാര ദുഃഖമാണെന്ന് പറയാം, അല്ലെങ്കിൽ ഭഗവാന്റെ മായയാണെന്ന് പറയാം. ഈ ജനനവും മരണവും ഇല്ലാതെ ഭഗവാനിലേക്ക് തന്നെ ലയിച്ചു ചേരുക എന്നുള്ളതാണ് ഏതൊരു ഭക്തന്റെയും അതിയായിട്ടുള്ള, ശരിക്കും ഏതൊരു ഭക്തന്റെയും ലക്ഷ്യം എന്ന് പറയുന്നതും അത് തന്നെയാണ് അല്ലെ. ഭഗവാനിലേക്ക് ലയിക്കുക എന്നുള്ളതാണ് ഏതൊരു ഭക്തന്റെയും ലക്ഷ്യം. അപ്പോൾ നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത് ജനന മരണ സ്വരൂപമായ സംസാരത്തിൽ നിന്നും ഭഗവാന്റെ ഭക്തന്മാർ മോചനം നേടുന്നത് എന്നാണ്. മൃത്യുപാശം എന്ന് പറയുമ്പോൾ മരണമാകുന്ന കയറിൽ നിന്ന് എന്നുള്ളതല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജനന മരണ സ്വരൂപമായിട്ടുള്ള സംസാരത്തിൽ നിന്നും മോചനം നേടുക, ഈ ഭഗവാനിലേക്ക് ലയിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ഏറ്റവും പ്രഥമമായിട്ടുള്ള ലക്ഷ്യം. എങ്ങനെയാണോ ഒരു ദീപത്തിൽ നിന്ന്, ഒരു തീനാളത്തിൽ നിന്ന് നമുക്ക് എത്ര ലക്ഷം വിളക്കുകൾ വേണമെങ്കിലും കൊളുത്താൻ സാധിക്കും അല്ലേ. ഒരു തീനാളത്തിൽ നിന്ന് നമുക്ക് എത്ര വിളക്കുകൾ വേണമെങ്കിലും കൊളുത്താൻ സാധിക്കും. പക്ഷെ ആ ആദ്യത്തെ തീനാളത്തിൽ നിന്നാണ് ഇത് മുഴുവനും ഉണ്ടാവുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ആ ഭഗവാനിൽ നിന്നാണ് നമ്മൾ എല്ലാവരും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ തിരിച്ച് ആ ഭഗവാനിലേക്ക് തന്നെ ലയിക്കുക എന്നുള്ളതാണ് ഏത് ഭക്തന്റെയും അന്തിമമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ 5ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ. ആ മായാഭഗവതിയെ പാറയിൽ ആഞ്ഞടിച്ച് കൊല്ലാനായി തുനിഞ്ഞപ്പോൾ എങ്ങനെയാണോ ഭഗവാന്റെ ഭക്തന്മാർ മൃത്യുപാശത്തിൽ നിന്നും മോചനം നേടുന്നത്, അതുപോലെ കംസന്റെ കൈകളിൽ നിന്നും മോചനം നേടി താഴേക്ക് പോകാതെ മേലേക്ക് ഉയർന്നു. ആ രൂപമാകെ മാറി 8 കൈകളിലും ദിവ്യായുധങ്ങളുമായി അങ്ങനെ ശോഭിച്ച് ആകാശത്തിൽ കാണപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇത് ആശ്ചര്യം തന്നെ എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്കിനി 6ാമത്തെ ശ്ലോകം തൊട്ട് അടുത്ത വീഡിയോയിൽ നോക്കാം. ഇന്ന് ചൊല്ലിയ 5 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലാം. ഭവന്തമയമുദ്വഹൻ യദുകുലോദ്വഹോ നിസ്സരൻ ദദർശ ഗഗനോച്ചലജ്ജലപരാം കളിന്ദാത്മജാം അഹോ സലില സഞ്ജയ സ പുനരൈന്ദ്രജാലോദിതോ ജലൗക ഇവ തക്ഷണാത് പ്രപതമേയതാ മായയൗ പ്രസുപ്ത പശുപാലികാം നിഭൃതമാരുതദ്ബാലികാം അപാവൃതകവാടികാം പശുപവാടികാമാവിശൻ ഭവന്തമയമർപ്പയൻ പ്രസവതൽപകേ തത്പദാദ്വഹൻ കപടകന്യകാം സ്വപുരമാഗതോ വേഗദാ തതസ്ത്വദനുജാരവക്ഷിപതനിദ്രവേകത്രവദ്ഭടോത്കരനിവേദിത പ്രസവവാർത്തയൈവാർത്തിമാൻ വിമുക്തചികുരോത്കരസ്ത്വരിതമാപതൻ ഭോജരാടതുഷ്ട ഇവ ദൃഷ്ടവാൻ ഭഗിനികാകരേ കന്യകാം ധ്രുവം കപടശാലിനോ
മധുഹരസ്യ മായാ ഭവേദസാവിധി കിശോരികാം ഭഗിനികാകരാലിംഗിതാം ദ്വിപോ നളിനികാന്തരാധിവമൃണാളികാമാക്ഷിപന്നയം त्वदनुजामजामुपलपट्टके पिष्टवान् ततो भवतुपासको झटिति मृत्युपाशादिव प्रमुच्यतरसैव सा समतिरूढरूपान्तरा अधस्तलमजगन्मुषि विकसदष्टबाहुस्फुरन्महायुधमहोगता खिल विहाय साधिद्युते സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അപ്പോൾ നമ്മളിന്ന് 39ാമത്തെ ദശകത്തിലെ ആദ്യ 5 ശ്ലോകങ്ങൾ ചൊല്ലി. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ ഇതിലെ ബാക്കിയുള്ള 5 ശ്ലോകങ്ങൾ കൂടെ ചൊല്ലിയാൽ 39ാമത്തെ ദശകം പൂർത്തിയാവും. 38ാമത്തെ ദശകം ശ്രീകൃഷ്ണ അവതാരം ചൊല്ലിയത് എല്ലാവർക്കും വളരെ ഇഷ്ടമായി എന്നറിഞ്ഞു. ഒരുപാട് സന്തോഷം. ഭഗവാന്റെ അനുഗ്രഹം എന്നേ പറയുന്നുള്ളൂ. ആ ഒരു ഈണത്തിൽ ചൊല്ലാനും അത് ചൊല്ലുമ്പോൾ അത് എന്തോ ആ ദശകം എനിക്ക് വളരെ സ്പെഷ്യലാണ്. അത് ചൊല്ലുമ്പം എല്ലാവരും പറഞ്ഞു അത് കേൾക്കുന്ന സമയത്ത് ഗുരുഭവനപുരിയിൽ എത്തിയ പോലെ തന്നെ തോന്നി എന്നൊക്കെ. അതൊക്കെ ആ കമൻറ്റുകളൊക്കെ വായിച്ച് എന്താ പറയുക, ഭഗവാൻ എന്നെ അനുഗ്രഹിച്ചു എന്ന് ഞാൻ പറയുന്നുള്ളൂ. എന്നെ മാത്രമല്ല കേട്ടോ, നമ്മൾ ഓരോരുത്തരെയും എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവർക്കും ചൊല്ലാൻ സാധിക്കട്ടെ. ആ ഈണം എല്ലാവർക്കും കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഒരാൾ മാത്രമാണെന്ന് തോന്നുന്നു, ഒരു കമൻറ്റ് മാത്രം ഞാൻ കണ്ടു, ആ ഈണം കിട്ടുന്നില്ല, വേറെ ഇനത്തിലും കൂടെ ഒന്ന് ചൊല്ലി അപ്ലോഡ് ചെയ്യണം എന്നുള്ളത്. അത് ഞാൻ ഇതിൻ്റെ ഇടയിൽ സമയം കിട്ടുമ്പോൾ അതിനനുസരിച്ച് ഞാൻ ചൊല്ലി അപ്ലോഡ് ചെയ്യാം. കാരണം പെട്ടെന്ന് എനിക്ക് ആ ഈണത്തിലേക്ക് കിട്ടില്ല. നമ്മളെപ്പോഴും ഇതന്നെ ചൊല്ലുമ്പോൾ ആ ഈണം ചൊല്ലിയാലും ഇടയിൽ കൂടി ഈ ഈണം അങ്ങ് കയറി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് സമയം പോലെ ഞാൻ എടുത്ത ഓരോ ശ്ലോകങ്ങളായിട്ട് ചൊല്ലി അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ തന്നെ തുടർന്നും എല്ലാവരും വീഡിയോസൊക്കെ കാണണം. ഈ വീഡിയോസൊക്കെ ഉപകാരപ്രദമാവും എന്ന് തോന്നുന്നവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റുകളിൽ അറിയിക്കുകയും വേണം. അടുത്ത വീഡിയോ ആയിട്ട് വരാം. 39ാമത്തെ ദശകത്തിലെ ബാക്കി ശ്ലോകങ്ങളുമായിട്ട് വരാം. അതുവരെ ഹരി ഓം.